കാറിന്റെ ഡിക്കിന്ന് നാരങ്ങയുടെ കിറ്റ് എടുക്ക. ശരി മാഡം. ജയന്തി, നീയും കൂടെ പോ. ശരി ആന്റി. വേഗം ആവട്ടെ കല്യാണി, വിളക്കിന് സമയമാവുന്നു. ജയന്തി, നീ കൂടെ സഹായിച്ചു കൊടുക്ക്. സഹായത്തിന് ഒരാളെ വേണോന്ന് പറഞ്ഞ് കല്യാണിയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് നീ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നു. ഇത്രയും നേരം ഞാൻ സഹായിക്കായിരുന്നു ആന്റി. ഇപ്പൊ എന്റെ കൈ വേദനിക്കുന്നു, അതാ. അല്ലേലും ജയന്തിക്ക് നാരങ്ങ എന്ന് പറഞ്ഞ അലർജി. അതെ അങ്കിളെ, അങ്കിളിന് എങ്ങനെ അറിയാം? അല്ല, ദുരാത്മാക്കളെ തുരത്താൻ ഉപയോഗിക്കുന്നത് നാരങ്ങയല്ലേ? കൃഷ്ണേട്ടാ, പൂജ ചെയ്യാനുണ്ട്. ഒരു ത്രിമധുരത്തിനും പഞ്ചാമൃതത്തിനും രസീത് എഴുതിയേക്ക്. ശരി, നമുക്കൊന്ന് ചുറ്റി തൊഴുതു വരാം. അപ്പോഴേക്കും നാരങ്ങ വിളക്ക് റെഡിയാവും. ശരി. ഒരു ത്രിമധുരവും പഞ്ചാമൃതവും. ശിവരാമകൃഷ്ണൻ, പൂരിട്ടാതെ 100 രൂപ. ശരി. ഞാൻ കേരളത്തിൽ വന്നു എന്നറിഞ്ഞിട്ട് എന്നെ കാണാൻ മോഹിച്ചു വന്നതല്ല തൃച്ചംബരത്ത് വിലാസിനെ മാഡോന്ന് എനിക്കറിയാം. പറയാൻറ്റി, എന്താ തൃച്ചംബരത്തെ പ്രധാന വാർത്ത? പറയാം, പക്ഷെ നീ ആ വാർത്ത കേട്ട് ഞെട്ടരുത്. അടുത്ത മാസം അവസാനം തൃച്ചംബരത്തെ സത്പുത്രന് കല്യാണം ആനന്ദിന്. സത്യമാണോ ആന്റി പറയുന്നത്? അതെ പ്രിയങ്കെ, പരമമായ സത്യം. ഇത് ആനന്ദിനോട് പോലും ചോദിക്കാതെ അഖിലാണ്ടേശ്വരി എടുത്ത തീരുമാനമാ. ആഭരണ പൂജ കഴിഞ്ഞ ഉടനെ ഒരു പെണ്ണിനെ കൊണ്ട് മുന്നിൽ നിർത്തിയിട്ട് ഇവളാണ് എന്റെ മൂത്ത മരുമകളാകാൻ പോകുന്നതെന്നും ഇവൾക്കും ആനന്ദിനും അടുത്ത മാസം അവസാനം കല്യാണമാണെന്നും അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. പേര് ഗംഗ. ഒന്നോർത്താ ആ അടുക്കളക്കാരിയുടെ പ്രണയത്തിന് മരണമണി അടിച്ചതിൽ എനിക്ക് സന്തോഷം തന്നെ. പക്ഷേ ഈ കല്യാണം എനിക്കങ്ങോട്ട് ബോധിച്ചിട്ടില്ല. അതെന്താ ആന്റി അങ്ങനെ? അവളാള് ശരിയല്ലെന്നേ. ആരുടെ കാര്യം ആന്റി പറയുന്നത്? ആ അഖിലാണ്ടേശ്വരി കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന മൂത്ത മരുമകളില്ലേ ഗംഗ, അവള് വിളഞ്ഞ വിത്ത. ചില്ലറക്കാരിയൊന്നുമല്ല, ഒന്നാന്തര അഹങ്കാരിയാ. അവള് വന്ന് കേറുന്നതിന് മുമ്പേ എന്നോടൊന്ന് കോർത്തു. സത്യം പറഞ്ഞ ഞാൻ അപമാനിക്കപ്പെടുകയായിരുന്നു. ആന്റിയെ ഗംഗ അപമാനിച്ചെന്നോ? അതെ, എനിക്കത് പുറത്തു പറയാൻ വരെ നാണക്കേടാ പ്രിയങ്കെ. നീ ആയതുകൊണ്ട് മാത്രം പറയാം. അവൾ എന്നോട് എന്താ കാണിച്ചെന്ന് അറിയോ നിനക്ക്? എന്നെ അപമാനിച്ച അവളെ ഞാൻ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? അതല്ലല്ലോ നമ്മുടെ രീതി.
അടിക്ക് തിരിച്ചടി കൊടുക്കണ്ടേ? ഒരവസരത്തിനായി കാത്തിരിക്കുക ഞാൻ, വാരിക്കുഴി ഒരുക്കി ചവിട്ടി താഴ്ത്താൻ. ഈ വിലാസിനിയോടാ അവളുടെ കളി. എന്തുപറ്റി പ്രിയങ്കെ? മുഖത്തൊരു വിഷാദം. ഓ, ആനന്ദിന്റെ കല്യാണം എങ്ങനെ മുടക്കാന്നുള്ള ചിന്തയിലായിരിക്കും അല്ലേ? അതെ. ആന്റി എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല പ്രിയങ്കെ, ഞാൻ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാനത് ചെയ്യും. അവളെ രായ്ക്ക് രാമാനം തൃച്ചംബരത്ത് നിന്ന് ഞാൻ പറത്തും. നീ നോക്കിക്കോ. ആന്റി എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് മുൻകൂട്ടി പറയണം. ഇനി ഒരു പ്ലാനും പൊളിയാൻ പാടില്ല. അതിനെന്താ സംശയം? നിന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോട് പറയാനാ? അയ്യോ ശരി, അഖിലാണ്ടേശ്വരി പരിവാരങ്ങളുമായിട്ട് അമ്പലത്തിൽ നിന്ന് എത്തും മുമ്പേ എനിക്കങ്ങ് എത്തണം. ശരി ആന്റി, പോയിട്ട് വാ. ശരി. ശരി. അറുപത്തൊന്ന്, 62, 63. തെറ്റി. ഇനി ഒന്നേന്ന് തുടങ്ങാം. 1, 2, 3, 4, 5, 15, 5, 20, 25, 26. വീണ്ടും തെറ്റി. 108 വിളക്കുണ്ട്. എങ്കിൽ ഞാൻ അഖിലന്റെ പോയി പറഞ്ഞിട്ട് വരാവേ. ചെല്ലേ. ആന്റി, വിളക്കെല്ലാം റെഡി. വാ മോളെ. വിളക്കെല്ലാം റെഡിയായി മാഡം. ഇനി ഓരോന്നായിട്ട് കത്തിക്കാം. തീപ്പെട്ടിയുടെ ഉണ്ട് മാഡം. ഗംഗ, ഈ വിളക്ക് കത്തിക്കും മോളെ. ദാ. കല്യാണി, നീ ഒരെണ്ണം കത്തിച്ചോ, ബാക്കി ഞാൻ കത്തിച്ചോളാം. ശരി മാഡം. വിലാസിനെ ആന്റിയാ, നിങ്ങൾക്കുള്ളതായിരിക്കും. ഫോൺ.
മോള് വാ, നമുക്കൊന്നുകൂടി തൊഴുതിട്ട് വരാം. മോളെ ഇത് കത്തിക്കരുത്. ഏതെങ്കിലും വിളക്കിൽ നിന്ന് കത്തിച്ചാൽ ആദ്യം കത്തിച്ച ആൾക്കേ അതിന്റെ ഫലം കിട്ടുള്ളൂ. മോളെ, മോളുടെ കയ്യിൽ തീപ്പെട്ടി ഉണ്ടോ? ആ ഉണ്ട്. ആ അമ്മ പറഞ്ഞ നീ ശ്രദ്ധിച്ചില്ലേ? ഒരു വിളക്കിൽ നിന്ന് മറ്റൊരു വിളക്ക് തെളിയിച്ച ആദ്യം തെളിയിക്കുന്ന ആൾക്കാണ് ഫലം ലഭിക്കുന്നതെന്ന്. കേട്ടു വല്ലുവിഞ്ഞെ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ വിളക്ക് തെളിയിച്ചത് നീയാ. അപ്പോ ഗംഗയ്ക്ക് വേണ്ടി തെളിയിക്കാൻ പറഞ്ഞ 107 വിളക്കിന്റെ ഫലം കിട്ടുന്നത് നിനക്കായിരിക്കും. അതായത് നീ ആഗ്രഹിച്ച കല്യാണമാണ് നടക്കാൻ പോകുന്നതെന്നർത്ഥം. അഖിലെ, നാളികേരം ഉടച്ച് ഫലം നോക്കുന്നില്ലേ? നാളികേരം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നോളൂ. ഇപ്പൊ വാങ്ങി വരാൻ തിരുമേനി. ശരി. കല്യാണി, നീ പോയൊരു തേങ്ങ വാങ്ങിട്ടോ. ശരി സാർ. കല്യാണി നിക്ക്. നീയല്ല, ഗംഗ പോയി വാങ്ങട്ടെ. ഗംഗ പോയി വാങ്ങിട്ടോ. ആ ശരി ആന്റി. ഞാനിപ്പോ വരാം. ശരി. എത്രയായി? 50 രൂപ. എന്തു പറ്റി ആന്റി? ഒന്നും പറ്റിയില്ലല്ലോ. അമ്പലത്തിൽ നിന്ന് എന്നോട് പെട്ടെന്ന് വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് ആന്റി ബാത്റൂമിൽ എങ്ങനെ നടു ഇടിച്ച് വീണ് കാണുമെന്ന്. അവളുടെ ഒരു വിചാരം കണ്ടില്ലേ, ബാത്റൂമിൽ നടുപിടിച്ച് വീണ് കാണുമെന്ന്. പിന്നെ എന്തിനാ എന്നോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഓ, സഹദേവൻ അങ്കിൾ വന്നു കാണും. അങ്ങനെ വരട്ടെ, ചുമ്മാതല്ല. സഹദേവൻ അങ്കിളെ, സഹദേവൻ അങ്കിളെ. നീ കിടന്ന് വിളിച്ചു കൂവണ്ട, സഹദേവേട്ടനൊന്നും വന്നിട്ടില്ല. പിന്നെ എന്തു പറ്റി? ആന്റി എവിടെയോ യാത്ര കഴിഞ്ഞ് വന്ന മട്ടുണ്ടല്ലോ. അതൊക്കെ പിന്നെ പറയാം. എടി, ആ ഗംഗ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? വേണം. ഇപ്പൊ പറ്റിയ അവസര. ഇവിടെ ആരുമില്ല. നമുക്ക് അവളുടെ മുറി ഒന്ന് സെർച്ച് ചെയ്താലോ? അന്വേഷിപ്പിങ് കണ്ടെത്തുന്നല്ലേ. എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. അതാ നിന്നെ വിളിച്ചു വരുത്തിയ. അതെ, നമുക്ക് അന്വേഷണം തുടങ്ങാം. ആന്റി, ഫോളോ മീ. കം ഓൺ. ഒരു തേങ്ങ വേണം.
തുറക്ക്. ആന്റി, കുന്തം പോയാ കുടത്തിലും തപ്പണോന്നാണ്. നോക്കിക്കോ, മുക്കും മൂലയും സെർച്ച് ചെയ്യണം. നല്ല സാരി ആന്റി. കല്യാണി, ഞങ്ങൾ അമ്പലത്തിലേക്ക് വരാൻ ഇറങ്ങി നിന്നപ്പോ കല്യാണി ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ടല്ലോ. എവിടെ പോയതാ? എന്നെ നാട്ടില് വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോയതാ. വലിയുഞ്ഞ് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ നാട്ടിലേക്കുള്ള വണ്ടിയിലായിരുന്നേനെ. കല്യാണി വിഷമിക്കണ്ട, ഇനി നാട്ടിലേക്ക് കൊണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്തായി? ആന്റി, കിട്ടി ആന്റി, കിട്ടി. ഓ, കിട്ടിയോ? ദാ. അയ്യോ, അതവിടെ വെക്കേ. ഇതൊന്നും എടുത്ത് തിന്നരുത്. ആരും ഇല്ലാത്ത സമയത്ത് ഇതിനകത്ത് ആള് കയറിയെന്ന് സംശയിക്കില്ലേ? അങ്ങോട്ട് താടി നോക്കാദ്യം. നാളികേരം നല്ല ഐശ്വര്യ സൂചനയാ തരുന്നത്. മനസ്സിൽ വിചാരിച്ച കാര്യം സഫലമാകുമെന്ന് ദൈവനിശ്ചയം. ആനന്ദേ, നീ ശരിക്കും നോക്കിയോ? അവിടെ ഒന്നും ഇല്ല ആന്റി. നീ മാറ്, ഞാൻ നോക്കാം. ആനന്ദേ, നിക്കേ. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഞാൻ ആ കടക്കാരന് പൈസ കൊടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നതാ. ഇനി അയാൾക്ക് തേങ്ങ മാറിപ്പോയത് മറ്റോ ആണോ? നീ എന്താ ചിരിക്കുന്നത്? നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അഴുകിയ തേങ്ങ വരാത്തത് ഒരർത്ഥത്തിൽ നന്നായി. ഇന്നത്തെ പൂജയും നാരങ്ങ വിളക്കൊക്കെ ഫലത്തിൽ കല്യാണിക്ക് ഗുണം ചെയ്ത്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നീ ആദ്യം വണ്ടി എടുക്കാം. ഓക്കെ. അപ്പൊ നമ്മള് പോവല്ലേ? ശരി കൃഷ്ണേട്ടാ. അല്ല, ജയന്തി എവിടെ? വിലാസിനി ആന്റിയുടെ കോള് വന്നിട്ട് പോയതാ. ശരി ശരി. ആന്റി, ഒരു മിനിറ്റ്. ഞാൻ തേങ്ങ വാങ്ങിയപ്പോ ചില്ലറയില്ലായിരുന്നു കൊടുക്കാൻ. കൊടുത്തിട്ട് ഞാൻ ഇപ്പൊ വരാം. പോയിട്ട് വേഗം വാ.
താങ്ക്സ്. മാഡം, ഒരു തേങ്ങ വേണം. നേരത്തെ ഒരാൾ വന്ന് ഒരു അഴുകിയ തേങ്ങ ചോദിച്ചിരുന്നു. അത് മാഡത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കാശും തന്നു. ഓ, ഹലോ, പറഞ്ഞോ പ്രിയങ്ക. ഗംഗ, ആർക്കും ഒരു സംശയമില്ലല്ലോ? ഇതുവരെ ആർക്കും ഒരു സംശയമില്ല. എല്ലാം പ്ലാൻ ചെയ്ത പോലെ മുന്നോട്ട് പോകുന്നുണ്ട്. ജയന്തി, എന്തു എന്റെ ഇത്? പ്രസാദോ? നാഗരാജ ഇന്ന് ആ വിലാസിനെ ആന്റി എന്നെ കാണാൻ വന്നിരുന്നു. എന്താ വിലാസിനി ആന്റി കാണാമെന്ന കാര്യം അഖിലാന്റിയോട് പറയണോ? നീ ഇപ്പോ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. അവസരം വരും. അതുവരെ ഓരോ നീക്കവും ശ്രദ്ധയോടെ വേണം നീങ്ങാൻ. നാഗരാജ ക്ഷേത്രത്തിലെ പ്രസാദം. നാഗമഠത്ത് പ്രിയങ്ക വർമ്മ. ഞാനിപ്പോ വിളിച്ചത് വിലാസിനെ ആന്റിയെ നീ അപമാനപ്പെടുത്തിയതിൽ അടങ്ങാത്ത പകയോടെ നടക്കുക. സൂക്ഷിക്കണം. നാഗമഠവും നാഗരാജ ക്ഷേത്രവുമായിട്ട് ബന്ധമുണ്ടല്ലോ. വിലാസിനെ ആന്റിയെ കൂടുതൽ വെറുപ്പിക്കാൻ നിൽക്കണ്ട. ശരി പ്രിയങ്ക. ആ, പിന്നൊരു കാര്യം, വിലാസിനെ ആന്റിയോട് കൂടുതൽ അടുക്കാൻ പോകുന്നതും അഖിലയ്ക്ക് സംശയമാവും. അതുകൊണ്ട് താമര ഇലയിൽ വീണ വെള്ളം പോലെ വേണം നിന്റെ പെരുമാറ്റവും രീതിയും. ഓക്കെ പ്രിയങ്ക, ഞാൻ സൂക്ഷിച്ച് പെരുമാറിക്കോളാം. ശരി, അധികം സംസാരിക്കണ്ട, അത് സംശയം ഉണ്ടാക്കും. ഫോൺ വെച്ചേക്ക്. ബൈ. ശരി പ്രിയങ്ക, ബൈ. അല്ല, ഇപ്പൊ എന്തിനാ ഇങ്ങനൊരു പ്രസ് മീറ്റ് എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇവനോട് ചോദിച്ചപ്പോ ഇവനൊന്നും അറിഞ്ഞിട്ടില്ലെന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് അവൻ അറിഞ്ഞൂടെയോ അതോ ഇനി നമ്മളിന്ന് ഒളിപ്പിച്ചു വെക്കുന്നതാണോ?